ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന കാറ്റ്സ് എയർ ഡ്രോപ്പിനെ പറ്റിയിട്ടാണ്. ചെറിയ വീഡിയോ ആയിരിക്കും, കാരണം ഞാൻ പേഴ്സണലി ഈ ഒരു എയർ ഡ്രോപ്പ് ഫാം ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ്സ് കോയിൻ കാരണം വന്നൊരു കോയിനാണ് കാറ്റ്സ്, ഡക്സ്, ഇതുപോലെ ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡോഗ്സിന് പുറകെ ഹൈപ്പിൽ കയറി വന്ന കോയിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുമെന്നോ എനിക്ക് ഒരു രീതിയിലുള്ള പ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫാം ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ ഒരു കാറ്റ്സ് ഫാം ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറേ എറേഴ്സ് വന്നിട്ടുണ്ട്, കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഈ ഒരു കോയിൻ സെല്ല് ചെയ്യണോ, ഹോൾഡ് ചെയ്യണോ, അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കണോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി നമ്മളെ Gate.ioയിലൊക്കെ സ്റ്റേക്കിങ്ങിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. നാളെ തന്നെ സ്റ്റാർട്ടാവും. നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 8 ബില്യൺ കാറ്റ്സിൻ്റെ ടോക്കണാണ് Gate.io ഒക്കെ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യണോ, നല്ലതാണോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എലിജിബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ടോൺ കൊടുത്തവരുടെ OG പാസ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഈ ടോണിൻ്റെ ട്രാൻസാക്ഷൻസ് ഡെയിലി ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 5 ഫ്രണ്ട്സിനെങ്കിലും ഇൻവൈറ്റ് ചെയ്തിരിക്കണം. അങ്ങനത്തവർക്ക് മാത്രമേ ഈ ഒരു കാറ്റ്സിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ OG പാസ്സൊക്കെ ഒരു ടോണൊക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്തവരുണ്ട്. ഞാൻ പേഴ്സണലി അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പ്രൊജക്റ്റും ഞാൻ ഫാം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ ഒരു അക്കൗണ്ടാണ്. പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ OG പാസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത ആളാണ്. ഓക്കെ, ഇതുപോലെ ഒരു ടോൺ മുടക്കിയിട്ടുണ്ട്, ഡെയിലി ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എത്ര അലോക്കേഷനാണ് കിട്ടിയത്, അത് വെച്ച് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറിന് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5,15,000 കാറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാറ്റ്സ് ടോക്കൺ കിട്ടാൻ അദ്ദേഹം ചിലവാക്കിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടോൺ, അതായത് $5, പിന്നെ ഡെയിലി ചെക്കിനും ടാസ്കുകളൊക്കെ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു $1.5 മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു $7 നമുക്ക് റൗണ്ടായിട്ട് പറയാം. അപ്പോൾ $7 മുടക്കിയതിന് പ്രോഫിറ്റ് ആണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സെല്ല് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഈ ഒരു OG പാസ് വാങ്ങിയത് കൊണ്ടാണ് ഇത്രയും കോയിൻസ് കിട്ടിയത്. അപ്പം നിങ്ങൾ ഈ ഒരു കാറ്റ്സ് ഫാം ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എങ്കിലായിരിക്കും എല്ലാവർക്കും എത്ര കോയിൻസ് കിട്ടി എന്നൊരു ആവറേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇനി എങ്ങനെ ഈ കോയിൻസ് കൂട്ടാം എന്നുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം പറയുന്ന പോലെ ചെയ്യാം. ഓക്കെ, ഈ ഒരു 5 ലക്ഷം കാറ്റ്സിൽ നിന്നും മിനിമം ഒരു $100 എങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഒരു ഡീസൻറ്റ് മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ. ഓക്കെ, റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു $100 എങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് Gate.io അതുപോലെ തന്നെ വേറെ എക്സ്ചേഞ്ചുകളിലേക്കും ബിറ്റ്ഗേറ്റിലേക്കൊക്കെ തന്നെ വിഡ്രോൽ ഉണ്ടായിരുന്നു. എല്ലാവരും വിഡ്രോ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വിഡ്രോൽ നിലവിൽ ക്ലോസ്ഡ് ആണ്. ഇനി വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരു കോയിൻ ലിസ്റ്റ് ആയതിനു ശേഷം ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. ഓക്കെ, നിലവിൽ നമുക്ക് ഗ്യാസ് ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ്ലി എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ചെയ്യുമ്പോൾ ഓൺ ചെയിൻ വഴി എടുക്കുമ്പോൾ നിങ്ങൾ ഗ്യാസ് ഫീ ആയിട്ട് ടോൺ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ടോൺ കീപ്പറിലേക്കോ ടെലഗ്രാം വാലറ്റിലേക്കോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഒന്നെങ്കിൽ സ്വാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് ഇതുപോലെ സെൻഡ് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യാവുന്നതാണ്. ഡെപ്പോസിറ്റ് ചെയ്ത എക്സ്ചേഞ്ചിലേക്കല്ല വാലറ്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ ആദ്യം എക്സ്ചേഞ്ചിലേക്കുള്ള എല്ലാ ട്രാൻസ്ഫേഴ്സും കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് വാലറ്റുകളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആവുക പോലുള്ളൂ. ഞാൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സെല്ല് ചെയ്യാൻ ടോക്കൺസ് ഇല്ല. ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ സെല്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ലിസ്റ്റായി, ആ ടോക്കൺ ലിസ്റ്റായ സെക്കൻഡ് തന്നെ 50% സെല്ല് ചെയ്യും. പിന്നെ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കും. കുറച്ച് മേലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ 20% കൂടി സെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ലിസ്റ്റായ പ്രൈസിൽ നിന്നും ഏകദേശം ഒരു 20-30% പ്രൈസ് മേലേക്ക് പോവുകയാണെങ്കിൽ ആ 100% സെല്ല് ചെയ്ത് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെക്കും. ഇവരും മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറച്ചാണ് ലിസ്റ്റ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് അതിൻ്റെ റിസ്ക് ഉണ്ട്. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇതുപോലെ ചെയ്താൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ഡയറക്റ്റ്ലി കിട്ടിയിരിക്കുന്നത് അതർ എന്ന് പറയുന്ന ഒരേ ഒരു എയർ ഡ്രോപ്പ് മാത്രമാണ്. ഇത് ഡെപ്പോസിറ്റ് ബോണസോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ആയിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത OG പാസ് വാങ്ങിയത് കൊണ്ട് കിട്ടിയ എമൗണ്ട് മാത്രമാണ് ഇത്രയും. ഓക്കെ, ഇനി ഡെപ്പോസിറ്റ് ബോണസ് ഒക്കെ എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ അതർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസാക്ഷൻ കൂടെ അവിടെ വരും. ആ ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ബോണസായിട്ട് എത്ര കിട്ടി എന്ന കാര്യവും പറയാൻ പറ്റും. അതൊക്കെ ആദ്യം ചെയ്തവർക്കേ ഉള്ളൂ. ഫസ്റ്റ് ചെയ്യുന്നവർക്കാണ് കിട്ടുക, അവസാനം ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ആണ്. ആദ്യം വരുന്നവർക്ക് ആദ്യം കിട്ടും, പിന്നീട് വരുന്നവർക്ക് ഉണ്ടാവില്ല. അതെല്ലാ എക്സ്ചേഞ്ചുകളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ഇവൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ആദ്യം ചെയ്യുന്നവർക്കായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിനോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാം പെട്ടെന്ന് ചെയ്യാൻ നോക്കുക ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ.
ആദ്യം തന്നെ സ്റ്റേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും Gate.io തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന Gate.io ആണ്. ഞാൻ ബാക്കിയുള്ള എല്ലാ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോംസും എക്സ്ചേഞ്ചസ് എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് തരുന്ന Gate.io ആണ്. ക്യാറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എത്ര ദിവസത്തേക്കാണ് സ്റ്റേക്കിംഗ് നോക്കുകയാണെങ്കിൽ 7 ദിവസത്തേക്കാണ്. സ്റ്റാർട്ട് ആവുന്നത് നാളെയാണ്, അതായത് ഒക്ടോബർ 8-ാം തീയതിയാണ് സ്റ്റേക്കിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഇനി കാണാൻ പറ്റും 18 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക്, സ്റ്റേക്ക് ചെയ്യാനുള്ള പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്കമിംഗ് പേജിലേക്ക് വരാൻ പറ്റും. നിലവിൽ നമ്മൾ Gate.ioൻ്റെ ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു ഓപ്ഷൻ കാണാൻ പറ്റില്ല. ജസ്റ്റ് സ്റ്റാർട്ടപ്പിലേക്ക് വരിക. സ്റ്റാർട്ടപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മൈനിങ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മൈനിങ്ങിൽ വന്നാൽ ഇവിടെയാണ് നമ്മുടെ ക്യാറ്റ്സ് വരിക. ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഒക്ടോബർ 8 മുതലാണ് സ്റ്റാർട്ടപ്പ് മൈനിങ്ങിൽ നമ്മുടെ ക്യാറ്റ്സ് ആക്റ്റീവ് ആവുകയും നമുക്ക് ഇവിടുന്ന് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഏണിങ്സ് എടുക്കാൻ പറ്റുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ടോട്ടൽ റിവാർഡായിട്ട് വരെ എല്ലാവർക്കും കൂടി, സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൂടി മാറ്റി വെച്ചിരിക്കുന്നത് 8 ബില്യൺ ക്യാറ്റ്സ് ടോക്കണാണ്. ഓക്കെ, 8 ബില്യൺ എന്ന് പറയുമ്പോൾ എത്ര വലിയ നമ്പറാന്ന് നോക്കുക. അത്രയും കൂടുതൽ ക്യാറ്റ്സ് ടോക്കണാണ് Gate.io യൂസേഴ്സിന് Gate.io കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റേക്കിംഗ് പീരീഡ് നാളെ സ്റ്റേക്കിംഗ് ഒക്ടോബർ 8-ന് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതിനു മുമ്പ് സെല്ല് ചെയ്യണം എന്നുള്ളവർ ഒരിക്കലും സ്റ്റേക്ക് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോൾ വിഡ്രോ അടിക്കാൻ പറ്റില്ല. ലോക്ക്ഡ് ആയിരിക്കും 7 ദിവസം. 7 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഈ ഒരു ടോക്കൺ തിരിച്ചു വരും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേക്ക് ചെയ്ത് എത്ര എമൗണ്ട് ആണോ അതിന് തിരിച്ചായിട്ടുള്ള റിട്ടേൺസും കിട്ടും. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച ബ്രോക്ക് കിട്ടിയത് 5 ലക്ഷം ടോക്കണാണ്. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് എമൗണ്ട് എന്തായാലും ക്യാറ്റ്സിൽ തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുമോ ലോസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഈ ഒരു സ്റ്റേക്കിങ്ങിൻ്റെ കാര്യം നോക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ സ്റ്റേക്ക് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ Gate.ioയിൽ വന്നിട്ട് ഇതുപോലെ സ്റ്റാർട്ടപ്പ് മൈനിങ്ങിലേക്ക് വരാം. ഓക്കെ, നിങ്ങളുടെ ഹോം സെക്ഷനിലേക്ക് വരിക. ഇവിടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടപ്പ് മൈനിങ്ങിലേക്ക് വരിക. ഈ സ്റ്റാർട്ടപ്പ് മൈനിങ്ങിൽ ക്യാറ്റ്സ് ഇതുപോലെ ആക്റ്റീവായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്യാറ്റ്സ് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കിട്ടും. കൂടുതൽ GT സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്യാറ്റ്സ് തിരിച്ച് കിട്ടും. നിങ്ങൾ വലിയ എമൗണ്ട് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് സ്റ്റേക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് അപ്പോൾ കിട്ടും. പക്ഷേ ചെറിയ എമൗണ്ട് ഉള്ളവരാണെങ്കിൽ സ്റ്റേക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റേക്ക് ചെയ്ത് 7 ദിവസം കഴിയുമ്പോഴത്തേക്കും പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് സ്റ്റേക്ക് ചെയ്ത എമൗണ്ടും സ്റ്റേക്ക് ചെയ്താൽ റിവാർഡായിട്ട് കിട്ടുന്ന ക്യാറ്റ്സും കൂടെ കിട്ടിയാലും ആ ഒരു പ്രോഫിറ്റിലേക്ക് ഒപ്പിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇതുപോലെ നമുക്ക് ക്യാറ്റ്സ് പൂൾ ഉണ്ട്, GT പൂൾ ഉണ്ട്. ക്യാറ്റ്സ് പോയി കഴിഞ്ഞാൽ ക്യാറ്റ്സ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. GT പൂളിൽ പോയി കഴിഞ്ഞാൽ GT എന്ന് പറയുന്ന ടോക്കണും സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും കയ്യിലുള്ളവർ സ്റ്റേക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ക്യാറ്റ്സ് സ്റ്റേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ എമൗണ്ട് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യുന്നത് സേഫ് അല്ല. GT ടോക്കൺ ഉള്ളവരാണെങ്കിൽ സേഫ് ആണ്. GT നമുക്ക് എപ്പോഴും പ്രൈസ് ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ അത് സേഫായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ GT തിരിച്ച് കിട്ടിയാലും കുഴപ്പമില്ല. ക്യാറ്റ്സ് വെറുതെ കിട്ടുകയാണ്. നമ്മളതിലുള്ള GT വെറുതെ വെക്കുന്നതിനെക്കാളും നല്ലത് കുറച്ച് ദിവസം സ്റ്റേക്ക് ചെയ്ത് വെക്കുന്നു. 7 ദിവസം സ്റ്റേക്ക് ചെയ്ത് വെക്കുന്നു. കഴിയുമ്പോൾ നമുക്ക് GT തിരിച്ച് കിട്ടുന്നു. അതിനൊപ്പം ക്യാറ്റ്സും കിട്ടുന്നു. വളരെ നല്ല പരിപാടിയാണ്. പക്ഷേ ക്യാറ്റ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലിയ എമൗണ്ട് ഉള്ളവർ മാത്രം Gate.ioയിൽ വന്ന് സ്റ്റേക്ക് ചെയ്യുക. വലിയ എമൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ സെല്ലിംഗ് സ്ട്രാറ്റജി 50% ലിസ്റ്റ് ആകുമ്പോൾ സെല്ല് ചെയ്യുക. ബാക്കി എങ്ങോട്ടാണ് പ്രൈസ് പോകുന്നത് നോക്കിയതിന് ശേഷം സെല്ല് ചെയ്ത് ഒഴിവാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൈലബിൾ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവൈലബിൾ ആണെങ്കിൽ ഈസിയാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ എല്ലാം പക്കയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാം. അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് സെയിം എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ എമൗണ്ട് ലോക്കായി പോവും. നിങ്ങൾക്ക് പിന്നീട് അത് അൺലോക്കായി കിട്ടുന്നതല്ല. അതുപോലെ തന്നെ വലിയ പ്രോഫിറ്റ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. കാരണം ഈ ഒരു ഡോഗ്സ് ഉണ്ടാക്കിയ ഹൈപ്പിൽ മാത്രം കയറി വന്ന പ്രൊജക്റ്റാണ്. ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ് എല്ലാം ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.